ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞു, അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം ഊതി. അപ്പൊ പാപം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ജ്ഞാനത്തോട് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ രൂപപ്പെടുത്താതിരിക്കുന്നതാണ് പാപം. ഇവന് ദൈവമായ കർത്താവ് ഒരു തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി കെത്തനോത്ത് ഓർ എന്നാണ് വിശേഷിപ്പിക്കുക. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളുടെ വചന വിചിന്തനത്തിലേക്ക് കടന്നു വരികയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ ജൈത്രയാത്ര അത് സൃഷ്ടി വിവരണത്തിലൂടെ കടന്നു പോവുകയാണ്. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ, അതായത് തൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തി. ആ രൂപപ്പെടുത്തിയ മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ ആരാധനയ്ക്കായിട്ട് വന്നിരിക്കുന്നു. ഈ ഒരു മനോഭാവമാണ് ഈ എപ്പിസോഡിലൂടെ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ദൈവാരാധനയ്ക്കായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നെങ്കിൽ ആ ദൗത്യം പൂർത്തിയാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഏദൻ തോട്ടത്തിൻ്റെ വിവരണമായിരുന്നു. ഏദൻ തോട്ടം എന്ന് പറയുന്നത് വേറൊരു യാഥാർത്ഥ്യമല്ല, മറിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധന അർപ്പിക്കാൻ വേണ്ടി എല്ലാ ജനതകളെയും ഒന്നിച്ചു കൊണ്ടുവന്ന സ്ഥലമാണ് ഏദൻ തോട്ടം. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാകണം? മനുഷ്യനുണ്ടാകണം. 2, ദൈവമുണ്ടാകണം. 3, ദൈവവും മനുഷ്യനും ഒന്നിച്ചു വാഴുന്ന സ്ഥലത്ത് സമൃദ്ധി ഉണ്ടാകണം. 4, ഈ സമൃദ്ധിയുടെ മുമ്പിൽ ഒരു നിയമമുണ്ടാകണം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാൻ പറ്റത്തില്ല. ഒരു നിയമം കൊണ്ട് നിയമവ്യവസ്ഥ ഉണ്ടാകണം. നിയമവ്യവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ശിക്ഷ ഉണ്ടാകണം. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഏദൻ തോട്ടത്തിൽ ഇത്രമാത്രം കാര്യങ്ങളുണ്ടാകണം. ദൈവമുണ്ടാകണം, കാരണം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏദൻ തോട്ടം. ആ ഏദൻ തോട്ടത്തിൽ മനുഷ്യനുണ്ടാകണം, കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവിടെ ആ മനുഷ്യനാണ് വസിക്കേണ്ടത്, ദൈവത്തോടൊപ്പം വസിക്കണം. ഈ ചിന്തകളൊക്കെയാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തൊറായുടെ വ്യാഖ്യാനമായിട്ടുള്ള നബീമില് അല്ലെങ്കിൽ പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗമാണിത്. ഇനിയും മനുഷ്യൻ അവിടെ ഉള്ളിൽ ഒരു നിയമം ഉണ്ടാകണം. നിയമത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാപമായിട്ട് മാറും. ആ പാപത്തിന് ദൈവമായ കർത്താവ് ശിക്ഷ കൊടുക്കണം. ശിക്ഷ കൊടുത്ത് ശിക്ഷ സ്വീകരിക്കുന്ന വ്യക്തി അനുദപിച്ച് തിരികെ വരണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഏദൻ തോട്ടത്തിൽ നടക്കേണ്ടത്. ഇതാണ് വാഗ്ദാന ദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ദൈവം മനുഷ്യനെ വാഗ്ദാന ദേശത്ത് കൊണ്ടുവന്ന് എത്തിച്ചു നിർത്തി. യഥാർത്ഥത്തിൽ ആ ചിന്തയാണ് ഏദൻ തോട്ടം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും കൊണ്ടുവരേണ്ടത്. വാഗ്ദാന ദേശം എന്താണ് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിപ്രകാരമാണ് തേനും പാലും ഒഴുകുന്ന ദേശം. അവിടേക്കാണ് ദൈവമായ കർത്താവ് കൊണ്ടുപോകുന്നത്. ഞാൻ നിന്നെ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. ആ ദേശമാണ് വാഗ്ദാന ദേശം, സമൃദ്ധിയുടെ ദേശം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആ മനുഷ്യൻ്റെ സൃഷ്ടി വിവരണത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞു, അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിട്ട് തീർന്നു. ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യനിലുണ്ട് എന്നുള്ളതിൻ്റെ അവബോധമാണ്. പ്രത്യേകിച്ച് ദൈവമായ കർത്താവ്, അതാണ് ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ വേറൊരു രൂപമാണ്. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനെ മെനഞ്ഞ് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ളവനായിട്ട് തീർന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ടാണ് എന്നുള്ളതിന് അടിവരയിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ശ്വാസമാണ്. അതുകൊണ്ട് തൻ്റെ ജീവനിൽ ദൈവത്തിൻ്റെ ശ്വാസത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ആഴമായിട്ടുള്ള ഫൗണ്ടേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
ഇനി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? ആ ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കി. മനുഷ്യൻ നഗ്നനായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. നഗ്നത എന്ന് പറയുന്നത് അത് പരിശുദ്ധിയുടെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പരിശുദ്ധി. ഈ നഗ്നത എന്നത് പ്രധാനമായിട്ടും ഇത് സൂചിപ്പിക്കുന്നത് ഹെബ്രായ ഭാഷയിൽ ഇത് അറുമീം എന്നുള്ള വാക്കാണ്. അതായത് ഈ നഗ്നത ഒരു പരിശുദ്ധിയുടെ പ്രതീകമായിട്ടാണ് നിൽക്കുക. ദൈവം മനുഷ്യനെ പരിശുദ്ധനായിട്ട് സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം നടക്കാനുള്ള മനുഷ്യൻ്റെ ഒരു കഴിവാണ്. മുഖത്തോട് മുഖം ചേർന്ന് മുഖത്തോട് മുഖം നോക്കി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഇതാണ് മനുഷ്യൻ്റെ പരിശുദ്ധി. അപ്പം നോക്കിക്കോണം, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ ആദ്യത്തെ അവസ്ഥ, ദൈവം മനുഷ്യനെ വാഗ്ദാന ദേശത്ത് കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ മനുഷ്യനുണ്ടായിരുന്ന ആദ്യത്തെ അവസ്ഥ, അവന് ദൈവത്തിന് മുമ്പിൽ മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കാമായിരുന്നു, ദൈവത്തോടൊപ്പം നടക്കാമായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അവൻ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്, അവന് എല്ലാവിധ സമൃദ്ധിയും കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഏദൻ തോട്ടം മുഴുവനും ഫലദായകമായിട്ടുള്ള ഭൂപ്രകൃതി, അതുപോലെ തന്നെ നദികൾ പോകുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ച ഈ നദികളുടെ പ്രത്യേകത, ഗിഹോൺ, പിഷോൺ, ഈജിപ്ത് ദേശത്തെ നദികൾ, എത്യോപ്യയിലെയും ഈജിപ്ത് ദേശത്തെ നദികൾ, ചിലരൊക്കെ പറയാറുള്ളത് ഇത് നൈൽ നദിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നിങ്ങനെയുള്ള രണ്ട് നദികൾ, ആ രണ്ട് നദികളാണ് മെസ്സൊപ്പൊട്ടാമിയയുടെ ഭാഗമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഈജിപ്തിനും മെസ്സൊപ്പൊട്ടാമിയയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലമാണ് വാഗ്ദാന ദേശമായിട്ട് മാറ്റുന്നത്. അല്ലെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ സ്ഥലത്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഇത് നൽകി. വെള്ളമെന്ന് പറയുന്നത് സമൃദ്ധിയുടെ പ്രതീകമാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ സമൃദ്ധി കിട്ടുന്നു. ഈ ഏദൻ തോട്ടത്തിന് ഒരു അതിർത്തി വയ്ക്കുന്നു. എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത് എന്നതിൻ്റെ ഒരു അതിർത്തി വയ്ക്കുന്നു. അതിനുശേഷം ദൈവമായ കർത്താവ് ഒരു കമാൻഡ്മെൻറ്റ് കൊടുക്കുകയാണ്, ഒരു നിയമം കൊടുക്കുകയാണ്. എന്താണ്? തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഭക്ഷിക്കാം, പക്ഷേ തോട്ടത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്. അത് ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 2-ാമത്തെ അധ്യായത്തിലെ ഭാഗം. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. എന്നിട്ട് കർത്താവ് കൊടുക്കുന്ന നിയമം ഇതാണ്. ദൈവമായ കർത്താവ് അവിടുന്ന് അവനോട് കൽപ്പിച്ചു, 16-ാം വാക്യം, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. വളരെയധികം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാക്കാണ് രണ്ട് മരങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. നടുവിൽ നിൽക്കുന്ന വൃക്ഷം ഏതാണ്? ജീവന്റെ വൃക്ഷം. അതിനുശേഷം കൊടുത്തിരിക്കുന്നതാണ് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. എന്താണ് ജീവന്റെ വൃക്ഷത്തിൻ്റെ പ്രത്യേകത? ജീവന്റെ വൃക്ഷം എവിടെയാണ് നിൽക്കുന്നത്? അത് തോട്ടത്തിൻ്റെ മധ്യത്തിലാണ് നിൽക്കുക. അതിന് ഹെബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, മധ്യഭാഗത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് ബത്തോഹ് എന്നുള്ള വാക്ക്. അതായത് തോട്ടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന വൃക്ഷം. ബത്തോഹ എത്സ്, ഹയേത്സ് ബത്തോഹ ഗേൻ. ഹയേത്സ് അതായത് ദ ട്രീ ദാറ്റ് ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഗാർഡൻ. ഈ വാക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മധ്യഭാഗം എന്ന് പറയുന്നത്, ദൈവം തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുമ്പോൾ, സീനായ് മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ ജനം വന്നു കഴിയുമ്പോൾ ഈ ജനം കൂടാരങ്ങളിൽ വസിക്കുന്നത് കണ്ടിട്ട് മോശയോട് ദൈവമായ കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ജനം ഇതാ കൂടാരങ്ങളിൽ വസിക്കുന്നു, അതിനാൽ അവരുടെ മധ്യേ, ബത്തോഹ്, അവരുടെ മധ്യേ വസിക്കാൻ നീ എനിക്ക് വേണ്ടി ഒരു കൂടാരം പണിയുക. അതായത് ദൈവത്തിൻ്റെ കൂടാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജനത്തിൻ്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുക. അതിനാൽ തന്നെ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്ന വൃക്ഷം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏദൻ തോട്ടത്തിൻ്റെ മധ്യത്തിൽ.
ഇപ്പോൾ ജീവൻ്റെ വൃക്ഷം ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ജീവൻ്റെ വൃക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനിയുള്ള വിവരണങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമെന്നാണ്. ഇവിടെ പറയുന്ന കർത്താവ് കൊടുക്കുന്ന ഒരു കൽപ്പനയിലും 16-ാമത്തെ വാക്യത്തിൽ കൊടുക്കുന്ന കൽപ്പനയിൽ ഇപ്രകാരമാണെന്ന് അവിടുന്ന് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിനെ കുറിച്ചുള്ള ഫലം നീ തിന്നരുത്, തിന്നാൽ നീ മരിക്കും. അപ്പോൾ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അതാണ് പ്രത്യേകമായിട്ട് പ്രാധാന്യമർഹിക്കുന്നത്. ഇനി സാത്താന് കൊടുക്കുന്ന വിവരണത്തിലും സാത്താന് കൊടുക്കുന്ന വിവരണത്തിലും 3-ാമത്തെ അധ്യായത്തിലും കാണുന്നത്, സാത്താൻ ചോദിക്കുക, ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നത്? നിനക്കെല്ലാം ഭക്ഷിക്കാം, പക്ഷേ തോട്ടത്തിലെ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഭക്ഷിക്കരുത്, അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ മരിക്കും എന്ന്, തൊടുക പോലും ചെയ്യരുത് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഹൗവ നമ്മുടെ ഈ സാത്താനോട് പറയുന്നത്. അപ്പോൾ പറയുകയാണ്, അത് മരിച്ചു കഴിഞ്ഞാൽ നീ അവനെപ്പോലെയാകും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെന്താണ് സൂചിപ്പിക്കുക? എന്താണ് നന്മയെന്നും എന്താണ് തിന്മയെന്നും തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ പാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജ്ഞാനത്തോട്, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ രൂപപ്പെടുത്താതിരിക്കുന്നതാണ് പാപം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ നമ്മുടെ ജ്ഞാനം അടിയറവ് വയ്ക്കാത്തതാണ് പാപം. യഥാർത്ഥത്തിൽ ഈ 3-ാമത്തെ അധ്യായം നമ്മളെ സൂചിപ്പിക്കുന്നത് അതാണ്. പാപത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ദൈവം കമാൻഡ്മെൻറ്റ് കൊടുത്തു, അതായത് ഒന്നും ഭക്ഷിക്കരുത്, തോട്ടത്തിലെ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കും. എന്നാൽ എന്ത് ചെയ്തു? ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ ജ്ഞാനത്തെ അവഗണിച്ച് അവൻ തൻ്റെ ജ്ഞാനം കൊണ്ട് ഇത് പ്രീതി സമ്പാദിക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യൻ അഹങ്കാരിയായിട്ട് മാറി, തൻ്റെ തന്നെ സ്വാർത്ഥതയിലേക്ക് മാറി. അതാണ് മനുഷ്യൻ്റെ പാപത്തിന് കാരണമായി മാറിയത്. ഉടനെ ഈ പാപം ചെയ്ത മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? അതാണ് 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ദൈവമായ കർത്താവ് പറയുകയാണ്, ഈ മനുഷ്യൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നതുകൊണ്ട് അവൻ നമ്മെപ്പോലെയായി. അതിനാൽ എന്ത് ചെയ്യണം? ഇവന് ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം തിന്നാതിരിക്കാൻ വേണ്ടി ഇവൻ്റെ കൈ ഞാനങ്ങ് പിടിച്ചു മാറ്റുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം ചെയ്ത മനുഷ്യനെ ദൈവം ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ അനുവദിക്കുകയില്ല. യഥാർത്ഥത്തിൽ പാപം, ഒന്നുകൂടെ പറയാം, നമ്മുടെ ജ്ഞാനത്തെ ദൈവത്തിൻ്റെ ജ്ഞാനത്തോട് ചേർത്ത് വയ്ക്കാതിരിക്കുന്നതാണ് പാപം. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനം ഇതായിരുന്നു, തോട്ടത്തിൻ്റെ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം നീ ഭക്ഷിക്കരുത്. അപ്പോൾ അതായിരുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ ആ ജ്ഞാനത്തെ മാറ്റി തൻ്റെ തന്നെ ജ്ഞാനത്തെ പ്രാധാന്യം കൊടുത്തു. അതാണ് ബേസിക് ആയിട്ടുള്ള പാപം. ഇനി നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്തായി തീരുമെന്നാണ് സാത്താൻ പറയുന്നത്? നിങ്ങൾ അവനെ പോലെയാകും, ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ വക്താക്കളായിട്ട് മാറും. ഒരു സ്ഥലത്ത് തന്നെ പല ദൈവങ്ങളുണ്ടാകും. അതനുവദനീയമല്ല. ബഹുദൈവ വിശ്വാസം അനുവദനീയമല്ല. അതായത് അതാണ് ഏറ്റവും വലിയ പാപമായിട്ട് കരുതുന്നത്. ബഹുദൈവങ്ങൾ കടന്നു വരുന്നു. ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ അവനെപ്പോലെ ദൈവത്തെ പോലെയാകും. ഇത് തന്നെയായിരുന്നല്ലോ ബാബേൽ ഗോപുരത്തിൻ്റെ തകർച്ചയുടെ കാരണം. നമുക്ക് ഒരു വലിയൊരു ഗോപുരം ഉണ്ടാക്കി, അത് ആകാശം മുട്ട ഗോപുരം ഉണ്ടാക്കി ദൈവത്തെ തൊടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു വിഭാഗം ആളുകൾ. അപ്പോൾ പ്രധാനപ്പെട്ട കൽപ്പന, ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന കൽപ്പന എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, പ്രൈം കമാൻഡ്മെൻ്റ് എന്ന് പറയുന്നത്, ഞാനാകുന്നു ഏകദൈവം, ഏകദൈവമില്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. ആ ദൈവസങ്കല്പത്തിൽ നിന്ന് ഈ പഴം ഭക്ഷിക്കുമ്പോൾ മാറിപ്പോകും എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് ഇസ്രായേൽ ജനത്തിനില്ലായിരുന്നു.
അതാണ് പാപമായിട്ട് മാറിയത്. അപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഏറ്റവും വലിയ തകർച്ചയാണ് ഏകദൈവ വിശ്വാസത്തെ മറന്ന് ബഹുദൈവ വിശ്വാസത്തിൻ്റെ പിന്നാലെ പോയത്. നീ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന് പറയുന്നതിലൂടെ ബഹുദൈവ വിശ്വാസത്തിലേക്കുള്ള ഒരു ഇനീസിയേഷൻ സാത്താൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പാപം. ഇങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ദൈവം ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. കാരണം പാപത്തിൽ ജീവിക്കുന്നവന് ജീവൻ ഉണ്ടാവുകയില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുക. അവന് ജീവൻ്റെ വൃക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് നമ്മൾ കാണുന്ന ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ചും നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തെക്കുറിച്ചുമുള്ള വ്യാഖ്യാനം. ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് യഥാർത്ഥത്തിൽ ജീവൻ്റെ വൃക്ഷം. കാരണം ആ വൃക്ഷമാണ് ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നത്. നടുവിൽ നിൽക്കുന്ന വൃക്ഷം ജീവൻ്റെ വൃക്ഷമാണ് ആകുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ നിന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ജനത്തിൻ്റെ നടുവിൽ, വാഗ്ദാന ദേശത്തിൻ്റെ നടുവിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ജീവൻ്റെ വൃക്ഷം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു മൊർട്ടാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് മനുഷ്യൻ്റെ പാപാവസ്ഥയെക്കുറിച്ച്, അതായത് ഇതൊരു നിയമമാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഭക്ഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മരിക്കും. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ജ്ഞാനത്തിന് വിരുദ്ധമായി മനുഷ്യൻ തൻ്റെ ജ്ഞാനം കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ അവൻ ചെയ്യുന്നതിനാണ് തിന്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ ഇങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെ ആകുമെന്നുള്ള സാത്താൻ്റെ ഉപദേശം കേട്ടുകൊണ്ട് ബഹുദൈവ വിശ്വാസത്തെ ഉണർത്തുമ്പോഴാണ് ഇസ്രായേൽ ജനത്തിൻ്റെ പാപ സാഹചര്യത്തിലേക്ക് കടന്നു വരിക. ഇങ്ങനെയുള്ള മനുഷ്യനെ, പാപത്തിലായിരിക്കുന്ന മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ അല്ലെങ്കിൽ ദൈവം തൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റുന്നു. അതാണ് എക്സൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇതെല്ലാ വിചിന്തനങ്ങളും ഈ ഒരു വചനഭാഗത്ത് നിക്ഷിപ്തമാണ്. ഇനി അടുത്തൊരു രംഗം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. വളരെ രസകരമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. 3-ാമത്തെ അധ്യായം 20. ആദം ഭാര്യയെ ഹൗവ എന്ന് വിളിച്ചു, കാരണം അവൻ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും ഭാര്യയെയും ധരിപ്പിച്ചു. ഇതാണ് വിചിന്തന ഭാഗം. എന്താണ് അതിൻ്റെ അർത്ഥം? മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യൻ പാപം ചെയ്തതിനാൽ മനുഷ്യനെ കർത്താവ് ശിക്ഷിച്ചു. എന്താണ് ശിക്ഷ കൊടുത്തത്? അവൻ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ അനുവദനീയമല്ല. അതായത് വാഗ്ദാന ദേശത്ത് നിന്ന് അവൻ പുറത്തു പോയിരിക്കണം. ജീവൻ്റെ വൃക്ഷത്തോട് അവന് ബന്ധപ്പെടാൻ പാടില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ മതജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ജെറുസലേം ദേവാലയത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അത് അവന് വിശുദ്ധമായ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ, നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ദേവാലയത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ വന്നുവരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളുമാണ് അവനെ ദേവാലയത്തിൽ നിന്ന് അകറ്റി ശൂന്യമായ ഒരവസ്ഥയിലേക്ക്, ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടത്. ഇങ്ങനൊരു അവസരത്തിൽ നിൽക്കുന്ന ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു അനുഭവമാണിത്. അതുകൊണ്ട് അവിടെ പറയുകയാണ്, ഇവനെ എന്താണ് ചെയ്യുന്നത്? ഇവന് ദൈവമായ കർത്താവ് ഒരു തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി, കെത്തനോത്ത് ഓർ എന്നാണ് വിശേഷിപ്പിക്കുക ഹീബ്രു ഭാഷയിൽ. അതായത് തോലുകൊണ്ടാണ്, ഒരു മൃഗത്തിൻ്റെ തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി. അതിൻ്റെ അർത്ഥം ആ മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് അവനൊരു ഉടയാടയുണ്ടാക്കി. വീണ്ടും അതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ മരണത്തെയാണ് സൂചിപ്പിക്കുക. മനുഷ്യൻ ഇത് പാപം മൂലം മോർട്ടാലിറ്റി സ്വീകരിക്കുകയാണ്, മർത്യനായിട്ട് മാറുകയാണ്. പാപം മൂലം മനുഷ്യൻ മർത്യതയിലേക്ക് പോവുക, അതിനെയാണ് സൂചിപ്പിക്കുക. എന്നാൽ ഈ മർത്യത എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ അനുഭവമായിട്ടാണെന്നാണ് ഒറിജിൻ എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നത്. ഈ മർത്യനായ ഒരു മനുഷ്യൻ ഈ തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ജീവിതത്തിൽ ധരിച്ചിരിക്കുന്ന മർത്യനായ മനുഷ്യന് ഒരു ജീവിത സാഹചര്യത്തിൽ
വീണ്ടും തിരിച്ചു വന്ന് അവന് അമർത്യത പ്രാപിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു രംഗത്തിലൂടെ ചെയ്യുന്നത്. അതാണ് സഭാപിതാവായ ഒറിജൻ മാമോദീസായുടെ അനുഭവത്തിൽ മാമോദീസ നൽകുന്ന ക്രമത്തെ വിവരിക്കുമ്പോൾ ഈ വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇത് മർത്യമായ ഒരു അനുഭവമാണ്, മർത്യതയുടെ ചിഹ്നമാണ് ഈ തോലെങ്കിൽ അമർത്യതയുടെ ചിഹ്നം ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തോല് ഒരു വിശ്വാസത്തിൻ്റെ അനുഭവമായിട്ട് കവചമായിട്ടാണ് ഇതിനെ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു രഹസ്യം നിൽപ്പുണ്ട്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രമേ ഇത് കാണാൻ പറ്റുകയുള്ളൂ. പഴയ നിയമ ഭാഗങ്ങൾ പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം വെച്ച് ഈശോയുടെ രക്ഷാകര രഹസ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുകയുള്ളൂ, വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഏദൻ തോട്ടത്തിൽ നടുക്ക് വയ്ക്കപ്പെട്ട ജീവൻ്റെ വൃക്ഷം വിശുദ്ധ കുരിശ് തന്നെയാണ്. ആ കുരിശിനെ തൊടാനുള്ള അധികാരമാണ് ആദം മൂലം നഷ്ടപ്പെട്ടു പോയ എല്ലാ ജനതകൾക്കും മിശിഹായാകുന്ന മിശിഹായുടെ രക്ഷാകര രഹസ്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന കുരിശിന് ലഭിക്കുന്നത്. നോക്കിക്കേ, കുരിശെന്ന് പറയുന്ന ആ വലിയ ആ സംഭവത്തെയാണ് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ സൂചന നൽകുന്നത്. കുരിശെന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കാണ്. കുരിശിലൂടെ മാത്രമേ രക്ഷ ഉണ്ടാകത്തുള്ളൂ. കുരിശിനെ തൊടാൻ ഉള്ള അധികാരം അല്ലെങ്കിൽ അവകാശം മനുഷ്യനിലേക്ക് കൊടുക്കുന്ന അനുഭവമാണ് ഈശോയുടെ രക്ഷാകര രഹസ്യം. അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ആദത്തിനെയും ഹൗവായുടെയും പാപം മൂലം അവർക്ക് നഷ്ടപ്പെട്ട ജീവൻ്റെ വൃക്ഷത്തിൻ്റെ അനുഭവം പുതിയ നിയമത്തിൽ ഈശോയാകുന്ന വ്യക്തിയിലൂടെ അത് പൂർത്തീകരിക്കപ്പെട്ടു. കെത്തനോത്ത് ഓർ, അതായത് തോലുകൊണ്ടുള്ള ഉടയാട, അത് ഇത്രയും നാളും ആദവും ഹൗവായും ധരിച്ചെങ്കിൽ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മനുഷ്യൻ ധരിക്കുന്നത് തോലുകൊണ്ടുള്ള ഉടയാടയല്ല, മറിച്ച് മഹത്വത്തിൻ്റെ വസ്ത്രം, റോബ് ഓഫ് ഗ്ലോറിയാണ് എന്ന് ആസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്തിന് പുതിയ നിയമവുമായിട്ട് വളരെയധികം കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏദൻ തോട്ടം അത് പുതിയ നിയമത്തിൻ്റെ അത് മിശിഹായാകുന്ന വ്യക്തിയിലാണ് എത്തി നിൽക്കേണ്ടത് എന്ന യാഥാർത്ഥ്യമാണ് ഈ തിരുവചന ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൻ്റെ വിവരണം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത രംഗത്തേക്ക്, അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വചനഭാഗം വായിക്കുക, ധ്യാനിക്കുക. ഇത് കേൾക്കുമ്പോൾ വചനം മുമ്പിലുണ്ടായിരിക്കണം. വചനത്തെ വായിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട് ഇത് ശ്രദ്ധാപൂർവം കേൾക്കാനും അത് നോട്ടൊക്കെ എഴുതിയെടുക്കാനും വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.